രണ്ടാമത്തെ ചായയാണിത്. നമ്മളൊരു ചായക്കട ചെന്നിട്ട് ഇനി ഞാൻ ചായ അത്യാവശ്യം നന്നായിട്ട് കുടിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ചായക്കട ചെന്നിട്ട് നമ്മൾ പിന്നെയും ചായ കുടിക്കണമെങ്കിൽ ആ ചായ ഇടുന്ന ആൾക്കൊരു കൈപ്പുണ്യം ഉണ്ടാവണമല്ലോ. അപ്പം അങ്ങനെ ചായ ഇടുന്ന ആളെ തപ്പി ഞാൻ അകത്തോട്ട് പോവാം. പറ്റുവാണെങ്കിൽ ആണാണോ പെണ്ണാണോ എന്നറിയില്ല, അകത്ത് ചെന്നിട്ട് ആളുടെ 2 പടവും കൂടെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, ആളെ സർപ്രൈസ് ചെയ്യാം. നല്ല ചായ ആയിരുന്നു. അപ്പോൾ ഞാൻ അതാ രണ്ടാമത്തെ ചായയും കൂടെ പറഞ്ഞത്. ഞാനേ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ. എനിക്ക് ചായ അത് റെഡി ആകുമ്പോൾ അത് ഇങ്ങനെ അടിക്കുന്ന ഒരു ഷോട്ടും കൂടെ ഞാൻ എടുത്തോട്ടെ. നമ്മുടെ ടീ മേക്കറിൻ്റെ പേര് ഓമന എന്നാണ്. ഓമനയമ്മ അവിടെ നിന്ന് മുറ്റം തൂത്തുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. ഓമനമ്മയുടെ ഫോട്ടോ റെഡിയാണ്. ഇതാണ് ഓമനമ്മയുടെ ഫോട്ടോ. നമുക്ക് നല്ല ചായ തന്നില്ലേ. അപ്പോൾ ഓമനമ്മയ്ക്ക് നമുക്ക് ഇത്രയെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഓമനമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഓമനമ്മയുടെ മകൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഭയങ്കര സങ്കടം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഓമനമ്മയ്ക്ക് എൻ്റെ വക, ടീം MTയുടെ വക ഒരു ഗിഫ്റ്റ്. ഇത് നോക്ക്, കണ്ടിട്ട് എന്തെങ്കിലും പറ. മക്കളൊക്കെ വിദേശത്താണ്, അയച്ചു കൊടുക്കാമല്ലോ, പിന്നെന്താ. അപ്പം ഓമനയമ്മ അത് വളരെ പ്രഷ്യസ് ആയിട്ട് അതെവിടെയോ കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ്. പുള്ളിക്കാരെ ഹാപ്പി ആയി തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഓമനയമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഓമനയമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഓമനയമ്മ ആക്ച്വലി ചെറിയ ഡിപ്രഷനിലൊക്കെ ആണ്. ഓമനയമ്മയുടെ മകൻ ഓൾ ഓഫ് എ സഡൻ മരിച്ചുപോയി. എന്തായാലും ഒരു ചെറിയതാണെങ്കിൽ ചെറുത് ഒരു ഗിഫ്റ്റ് ഓമനയമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. സ്റ്റേ ട്യൂൺഡ്. ബൈ.